ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു പുതിയ ചാപ്റ്റർ ആണ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. 4 മാർക്ക് വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ ആണത്. ഇതിൽ നമ്മൾ 3 കാര്യമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുക. ഒന്ന് പ്രോപ്പർട്ടീസ് ഓഫ് എ മാഗ്നറ്റ്, സെക്കൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, തേർഡ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. ബാർ മാഗ്നറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, റെക്ടാങ്കുലർ ഷേപ്പിലുള്ള പീസ് ഓഫ് മാഗ്നറ്റ്. അത് 2 പോളാണ് ഉണ്ടാവുക. ഒന്ന് നോർത്ത് പോള്, രണ്ടാമത് സൗത്ത് പോള്. മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എ മാഗ്നറ്റ് ഹാസ് ദി എബിലിറ്റി ടു അട്രാക്ട് സ്മോൾ പീസ് ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ലൈക്ക് അയൺ, കൊബാൾട്ട്, സ്റ്റീൽ, നിക്കൽ എക്സെട്ര. ദി അട്രാക്ഷൻ ഈസ് മാക്സിമം അറ്റ് ദി പോൾസ്. ഒരു മാഗ്നറ്റ് നമ്മുടെ അയൺ പോലെയുള്ള മെറ്റീരിയലിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് അട്രാക്ട് ചെയ്യുന്നു. ചെറിയ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ സ്റ്റീലിനെ അട്രാക്ട് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ സ്റ്റെയിൻലെസ് സ്റ്റീലിനെ ഒരിക്കലും അട്രാക്ട് ചെയ്യില്ല. നമുക്ക് തന്ന മെറ്റീരിയൽസ് സ്റ്റീലാണോ സ്റ്റെയിൻലെസ് സ്റ്റീലാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടിപ്പ് ഇതാണ്. ഒരു മാഗ്നറ്റിനെ കൊണ്ട് ടച്ച് ചെയ്ത് നോക്കും. മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ സ്റ്റീലാണ്, അട്രാക്ട് ചെയ്യുന്നില്ല എങ്കിൽ ആ മെറ്റീരിയൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കും. അതിന് ഒരു ബാർ മാഗ്നറ്റ് സസ്പെൻഡഡ് ഫ്രീലി, then it always points in the north-south direction. നമ്മളൊരു ബാർ മാഗ്നറ്റ് തൂക്കിയിടുകയാണെങ്കിൽ അത് എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അലൈൻ ചെയ്തിട്ടുണ്ടാവും. ഇനി ഒരു ബാർ മാഗ്നറ്റിന്റെ അടുത്ത് ഇപ്പൊ നോർത്ത് സൗത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് വേറൊരു മാഗ്നറ്റിന്റെ നോർത്ത് പോൾ, ഓപ്പോസിറ്റ് പോൾ കൊണ്ടുവരികയാണെങ്കിൽ ഇറ്റ് ഓൾവേസ് അട്രാക്ട്സ്. അൺലൈക്ക് പോൾസ് അട്രാക്ട്സ് ഈച്ച് അതർ. ലൈക്ക് പോൾസ് ആണെങ്കിൽ, അതായത് സൗത്ത് പോളിന്റെ അടുത്ത് വേറൊരു സൗത്ത് പോൾ തന്നെ കൊണ്ടുവരികയാണെങ്കിൽ ഇറ്റ് റിപ്പൽസ്. അതുപോലെ നോർത്ത് പോളിന്റെ അടുത്ത് നോർത്ത് പോൾ തന്നെ കൊണ്ടുവന്നാലും ഇറ്റ് റിപ്പൽസ് അല്ലെ. അപ്പോൾ ലൈക്ക് മാഗ്നറ്റിക് പോൾസ് റിപ്പൽസ് ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മാഗ്നറ്റിക് മോണോപോൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. നമ്മൾ ഒരു മാഗ്നറ്റിനെ പീസ് ആക്കുകയാണെങ്കിൽ, നടുവെ രണ്ടായിട്ട് മുറിക്കുകയാണെങ്കിൽ, ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് അഗെയിൻ ബിക്കംസ് 2 ഇൻഡിവിജ്വൽ മാഗ്നറ്റ്, നോർത്ത് സൗത്ത് നോർത്ത് സൗത്ത്. ഒരു പോളിനെ, അതായത് നമ്മൾ ഇതിനിപ്പോൾ ഇങ്ങനെ നടുക്കൂട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഡിവൈഡ് ചെയ്താൽ ഈ ഒരു ഭാഗത്ത് സൗത്ത് പോളും ഈ ഒരു ഭാഗത്ത് നോർത്ത് പോളായിട്ട് ഇതിങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടുണ്ടാവും. 2 മാഗ്നറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. റിപ്പൾഷൻ ഈസ് ദി ഷുവർ ടെസ്റ്റ് ഓഫ് മാഗ്നറ്റിസം. നമുക്ക് തന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ മാഗ്നറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറൊരു ബാർ മാഗ്നറ്റുമായിട്ട് അടുത്ത് കൊണ്ടുവന്ന് നോക്കും. അതിൻ്റെ ഏതെങ്കിലും ഒരു പോളുമായിട്ട് ഈ തന്ന മെറ്റീരിയൽ റിപ്പൾഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ ദ ഗിവൺ മെറ്റീരിയൽ ഇസ് എ മാഗ്നറ്റ്. ആൻഡ് റിപ്പൾഷൻ ഈസ് ദി ഷുവർ ടെസ്റ്റ് ഓഫ് മാഗ്നറ്റിസം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. നമ്മളൊരു തിക്ക് കാർഡ്ബോർഡ് പേപ്പർ അല്ലെങ്കിൽ ഒരു ചെറിയ ചാർട്ട് പേപ്പറിന്റെ മുകളിൽ അയൺ ഫൈലിങ്സ് വിതറുകയാണ്. അയൺ ഫൈലിങ്സ് എന്ന് പറയുന്നത് അയൺ പൗഡർ. നമ്മൾ ഈ വെൽഡിംഗ് ഷോപ്പിലൊക്കെ അവർ ഇരുമ്പൊക്കെ മുറിച്ചതിൻ്റെ താഴെ ഇങ്ങനെ പൊടി പൊടിയായിട്ട് അയണിന്റെ പൗഡർ ഇങ്ങനെ ഉണ്ടാവും. അത് നമ്മൾ ഈ പേപ്പറിന്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കുക. ആ പേപ്പറിന്റെ താഴെ ഒരു ബാർ മാഗ്നറ്റ് കൊണ്ടുവന്നാൽ ഈ അയൺ ഫൈലിങ്സ് ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി ലൈൻസ് ആണ്. These are the imaginary lines to represent magnetic field around a magnet. ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസ് ആണ്, അല്ലെങ്കിൽ ഇമാജിനറി ലൈൻസ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഓൾറെഡി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റിസവും കമ്പയർ ചെയ്ത് പഠിച്ചാലാണ് വളരെ എളുപ്പം ഉണ്ടാവുക. നമ്മൾ അവിടെ ഇലക്ട്രിക് ഡൈപോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഇലക്ട്രിക് ഡൈപോള്? ഒരു പോസിറ്റീവ് ചാർജ്, അത് പ്ലസ് ക്യൂ ചാർജ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം മൈനസ് ക്യൂ ചാർജ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് 2a അല്ലെ. ഇവിടെ ഇതാണ് ഇലക്ട്രിക് ഡൈപോൾ. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതിന് 2 പോളുണ്ട്, ഒന്ന് നോർത്ത് പോള്, മറ്റേത് സൗത്ത് പോൾ. പ്ലസ് ക്യൂ ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള
നമ്മൾ മാഗ്നറ്റിസത്തിൽ പറയുന്ന പോളാണ് നോർത്ത് പോള്. അതുപോലെ -q ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പറയുന്ന പോളാണ് സൗത്ത് പോൾ. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചതുപോലെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസും പഠിക്കണം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരുന്നുണ്ട്. പക്ഷെ അതവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, തിരിച്ച് ഇങ്ങോട്ടേക്കും പോകുന്നുണ്ട് അല്ലെ. അതായത് സൗത്തിൽ നിന്ന് നോർത്തിലേക്കും, ഇൻസൈഡ് ദി മാഗ്നറ്റ് അത് സൗത്തിൽ നിന്ന് നോർത്തിലേക്കും, ഔട്ട്സൈഡ് ദി മാഗ്നറ്റ് നോർത്തിൽ നിന്ന് സൗത്തിലേക്കും. അതായത് ദേ ഫോം എ ക്ലോസ്ഡ് ലൂപ്സ് അല്ലെ. അപ്പോൾ ഏറ്റവും ഒന്നാമത്തെ പോയിന്റ്, ദേ ഫോംസ് ക്ലോസ്ഡ് ലൂപ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് ഇതാണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫോംസ് കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്സ്. ഔട്ട്സൈഡ് ദി മാഗ്നറ്റ് ആണെങ്കിൽ ഔട്ട്സൈഡിൽ അത് നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിലാണ്, ഇൻസൈഡിലാണെങ്കിൽ അത് സൗത്ത് ടു നോർത്ത്. അങ്ങനെ അത് ഒറ്റ ലൂപ്പായിട്ട് ഫോം ചെയ്യാണ്. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വന്നു, സൗത്തിൽ നിന്ന് എഗെയിൻ നോർത്തിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ എന്തായി, അത് ക്ലോസ്ഡ് ലൂപ്പായിട്ട് മാറി. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്. ഇനി തേർഡ് പോയിന്റ്, two magnetic field lines never cross each other. രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ക്രോസ് ചെയ്തു പോവില്ല. എന്തുകൊണ്ടാണ് ക്രോസ് ചെയ്തു പോവാത്തത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പോയിന്റിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ഫീൽഡ് ഡയറക്ഷൻ കാണിക്കേണ്ടി വരും. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ അല്ലെ, ഒരേ പോയിന്റിൽ രണ്ട് ഡയറക്ഷൻ ഉണ്ടാവില്ല. ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. ഡു നോട്ട് ഇന്റർസെക്ട്. അതുപോലെ വരുന്ന പോയിന്റ് ആണ് ദി ടാൻജന്റ് അറ്റ് എനി പോയിന്റ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളൊരു ടാൻജന്റ് വരച്ചാൽ നമുക്ക് അവിടെ കിട്ടുന്ന എന്താ? അവിടെ കിട്ടുന്നത് അതിന്റെ ഡയറക്ഷൻ ആണ് അല്ലെ. ഒരു പോയിന്റിൽ നമ്മളൊരു ടാൻജന്റ് വരികയാണെങ്കിൽ, ഇതിപ്പോ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് അല്ലെ, നമ്മൾ ഇതിനെ ടാൻജന്റ് വരഞ്ഞാൽ ഇതാണ് അതിന്റെ, ഈ ഒരു പോയിന്റിലുള്ള ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇനി ഇവിടെ നിന്ന് ഒരു ഇത് വരികയാണെങ്കിൽ അവിടെയും അതുപോലെ തന്നെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് അതിന്റെ ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നമ്മൾ കാണണമെങ്കിൽ അവിടെ ഒരു ടാൻജന്റ് വരിക. ടാൻജന്റ് ഗീവ്സ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. Tangent gives the direction. Next point, number of field lines gives the strength of magnetic field. നമ്മൾ ഒരു ഭാഗത്ത് കുറേ ഫീൽഡ് ലൈൻസ് ഉണ്ടെങ്കിൽ അതിന് മീൻ ചെയ്യുന്ന എന്താ? അവിടെ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ പോൾസിൽ എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കൂടുതലായിരിക്കും ഇപ്പുറത്തുള്ളതിനേക്കാൾ. ഓക്കെ, പോളില് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം കൂടുതലാണ്. അതിന്റെ അർത്ഥം അവിടെ മാഗ്നറ്റിക് സ്ട്രെങ്ത്, ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലാണ്. അപ്പോൾ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഗിവ്സ് സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ. നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് കൂടുമ്പോൾ സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡും കൂടും. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് അറിയാനുള്ളത്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫോംസ് കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്സ്. Field lines moves from north to south outside the magnet and south to north inside the magnet. The tangent at any point of the magnetic field represents the direction of magnetic field. The magnetic field lines do not intersect each other. The number of magnetic field lines represents the strength of the magnetic field. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്തായിരുന്നു? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ചാർജ് ഇൻറ്റു വൺ ഓഫ് ദി ചാർജ് ഇൻറ്റു ദ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ 2a. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് m എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്
പോൾ സ്ട്രെങ്ത്, ഒരു പോളിന്റെ സ്ട്രെങ്ത് ഇൻറ്റു ലെങ്ത് ഓഫ് ദി ബാർ മാഗ്നറ്റ്. 2L ആണ് നമ്മൾ ജനറൽ ലെങ്ത് ഓഫ് ദി മാഗ്നറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത. M is equal to P into 2L. നമ്മളൊരു ബാർ മാഗ്നറ്റ് ഇമാജിൻ ചെയ്തു. അതിൻ്റെ പോൾ സ്ട്രെങ്ത്, ഒരു ഭാഗത്തുള്ള പോളിന്റെ സ്ട്രെങ്ത് ആണ് നമ്മൾ P ആയിട്ട് കൺസിഡർ ചെയ്തത്. ഈ ബാർ മാഗ്നറ്റ് ലെങ്ത് ആണ് 2L ആയിട്ട് ഇമാജിൻ ചെയ്തത്. അപ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് M is equal to P into 2L. ചില ടെക്സ്റ്റ് ബുക്കിൽ ഈ P എന്നുള്ളതിന് പകരം QM എന്നും എടുക്കാറുണ്ട്, മാഗ്നറ്റിക് ചാർജ് എന്നുള്ള അർത്ഥത്തിൽ. QM into 2L. അത് കമ്പാരിസൺ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ്, നമ്മൾ മാഗ്നറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാണെന്ന് വിചാരിക്കാം. ലോഞ്ചിറ്റ്യൂഡിലായിട്ട് മാഗ്നറ്റിനെ ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇറ്റ് ബിക്കംസ് 2 ഇൻഡിവിജ്വൽ മാഗ്നറ്റ്, അല്ലെ, 2 മാഗ്നറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? പോൾ സ്ട്രെങ്ത് കുറഞ്ഞു, അല്ലെ. പോൾ സ്ട്രെങ്ത് ഇപ്പോൾ ആദ്യം ഇവിടെ ഉണ്ടാകുന്ന പോൾ സ്ട്രെങ്ത് P ആയിരുന്നു. ഇവിടെ P ഡാഷ് ആണെങ്കിൽ P ഡാഷ് എന്തായിരിക്കും വരിക? P/2 ആയിരിക്കും. മാഗ്നറ്റിക് മൊമെന്റ് അതുപോലെ M ഡാഷ് ഇസ് ഈക്വൽ ടു എന്ത് വരും? P/2 ഇൻറ്റു ലെങ്ത് ഓഫ് ദി മാഗ്നറ്റ് സെയിം തന്നെയാണ്, 2L. ദാറ്റ്സ് ഈക്വൽ ടു P ഇൻറ്റു L. അപ്പോൾ നേരത്തെ P ഇൻറ്റു 2L ആണ് M. അപ്പോൾ ഇവിടെ M ഡാഷ് ഇസ് ഈക്വൽ ടു M/2 ആയിട്ട് മാറി. അതായത് പോൾ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റും എന്തായി? പകുതിയായി. ഇനി അതുപോലെ തന്നെ നമ്മൾ ബാർ മാഗ്നറ്റ് വേർട്ടിക്കൽ ആയിട്ട് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താവും? നമുക്ക് കിട്ടുന്ന ഓരോന്നിനും ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ബാർ മാഗ്നറ്റ് ആയിട്ട് മാറും. നോർത്ത് സൗത്ത് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താ? ഇവിടെ പോൾ സ്ട്രെങ്ത് സെയിം തന്നെ ആയിരിക്കും, അല്ലെ. P ഡാഷ് ഇസ് ഈക്വൽ ടു P തന്നെയാണ് കിട്ടുക, പക്ഷെ ലെങ്ത് പകുതിയായി. അപ്പോൾ M ഡാഷ് ഇസ് ഈക്വൽ ടു എന്ത് വരും? P ഇൻറ്റു L. അഗെയിൻ M ഡാഷ് ഇസ് ഈക്വൽ ടു M/2. അതായത് ഒരു ബാർ മാഗ്നറ്റിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിലായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തെങ്കിൽ നമുക്ക് കിട്ടുന്നത് P ഡാഷ് P/2, M ഡാഷ് M/2. പോൾ സ്ട്രെങ്ത്തും മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റും കുറഞ്ഞു. ഇവിടെ വേർട്ടിക്കൽ ആയിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നതെങ്കിൽ പോൾ സ്ട്രെങ്ത് സെയിം ആയിരിക്കും, പക്ഷെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് പകുതിയായി. ഇനി മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് കറന്റ് ക്യാരിയിങ് കോയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അത്? M is equal to I into A, current into area. Therefore, what is the unit of magnetic dipole moment? Ampere into meter square. അതാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ്. ഇനി ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റുമായിട്ട് കമ്പയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റില് വെക്ടർ ആണോ സ്കേലാർ ആണോ? വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാ വരിക? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ -q to +q. അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും. മൈനസ് ചാർജിന് പകരമാണ് നമ്മൾ സൗത്ത് കൺസിഡർ ചെയ്യുക, +q പകരമാണ് നമ്മൾ നോർത്ത് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഇത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ ഈ പോയിന്റ്സ് നിങ്ങൾ നോട്ട്സിൽ എഴുതി വെക്കുക. Magnetic dipole moment is the product of pole strength and distance between the poles. M is equal to P into 2L. 2L എന്ന് പറയുന്നത് length of the magnet ആണ്. SI unit of pole strength is ampere meter. SI unit of magnetic dipole moment is ampere meter square. Magnetic dipole moment is a vector quantity. The direction is from south pole to north pole. Okay, thank you.